ഗൈസ് ഞാനിപ്പോൾ വന്നത് സ്കൂട്ടിയിലാണ് ഗൈസ്. ഇങ്ങോട്ടേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരൊപ്പം ഇങ്ങ് വന്നു ഗൈസ്. വീണ്ടും പ്രണവിനെ ഇനി വിളിക്കണം. എൻ്റെ ഫോണിലാണ് ബാലൻസും കഴിഞ്ഞിട്ടുള്ളത്, വീട്ടിലെ വൈഫൈയും തീർന്നിട്ടുള്ളത് ഗൈസ്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ റീചാർജ് ചെയ്യണം. നമ്മളെടുക്കാൻ പോകുന്ന ആ സ്വിഫ്റ്റാണ് ഗൈസ്. അന്നും നമ്മളെടുത്ത വണ്ടി അവിടെ തന്നെ ആയിരുന്നു പാർക്ക് ചെയ്തത്. പ്രണവേ ഗൈസ്, പിന്നെ ഒരു ഇറ്റ്യൂസ് ഉണ്ട്. പ്രണവിനെ കാണാത്തവർക്ക് ഇതാണ് ഗൈസ് പ്രണവ്. ഇത് പ്രണവിൻ്റെ ഡോഗ് ഉണ്ട്. ഇവിടുന്ന് ഇനി ഫുൾ അങ്ങോട്ട് ഇറക്കാണ്, വലിയൊരു ഇറക്കാം. എനിക്ക് എൻ്റെ ഡ്രീമിൽ ഭയങ്കര ഡ്രീം എന്നല്ല, ഐ മീൻ എനിക്ക് ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഇറക്കം. കണ്ടോ ഈ ഒരു ഇറക്കത്തിൽ, അത് യൂട്യൂബറെ വണ്ടി കേട്ടോ. ഇത് ഇപ്പൊ പോയ യെല്ലോ കളർ ഫോർച്യൂണർ, അതൊരു യൂട്യൂബർ വണ്ടി. ഞാൻ കുറേ വട്ടം കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. ബട്ട് ആ യൂട്യൂബറെ പേര് എനിക്ക് അറിയില്ല. ആ വണ്ടിൻ്റെ മുകളിൽ അവരെ യൂട്യൂബ് ഐഡി ഒക്കെ കൊടുത്തിട്ടുണ്ട്, ബട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ ഒരു ഇറക്കത്തുനിന്നില്ലേ എനിക്ക് മറ്റേ സ്കേറ്റിംഗ് ബോർഡില്ലേ, ആ സ്കേറ്റിംഗ് ബോർഡെല്ലാം എടുത്ത് ഒരു എന്താ പറയുക, ഒരു റെഡ് ബുളിൻ്റെ ബോട്ടിലെല്ലാം എടുത്തിട്ട് ഒരു 100-120 കിലോമീറ്റർ സ്പീഡിലൊക്കെ സ്കേറ്റിംഗ് ബോർഡും കൊണ്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഗൈസ്. കാരണം അതേപോലത്തെ ഒരു റോഡാണ് ഗൈസ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, അത് കാണുന്ന സ്പീഡ് ക്യാമറയാണ്. നമുക്ക് സ്പീഡ് കുറക്കാം, സ്പീഡ് കുറവ് തന്നെയാണ്. ഈ ഒരു റോഡിൽ നിന്ന് നല്ല സ്പീഡ് പോയിട്ട് ഈ ടേണിങ് നല്ല നൈസായിട്ട് ആ സ്കേറ്റിംഗ് ബോർഡ് കൊണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ടേൺ ചെയ്തിട്ട് നേരെ പോകാൻ എന്ത് രസം അറിയോ. കാരണം ചില സ്ഥലത്ത് സ്കേറ്റിംഗ് ബോർഡ് ചെയ്യുന്നവർക്ക് ഇതേപോലത്തെ സ്പേസ് ഉണ്ടാവില്ല, സ്പേസ് ഉണ്ടാവുക, ഇതേപോലത്തെ ഒരു ട്രാക്ക് ഉണ്ടാവില്ല. നമുക്ക് ട്രാക്ക് ഉണ്ട്, ബട്ട് ബോർഡും ഇല്ല. അതേപോലെ സ്കേറ്റിംഗ് ബോർഡിനെ കുറിച്ച് പഠിക്കുകയും വേണം. കാരണം ഇതുവരെ ഞാൻ അതിൽ മുകളിൽ കയറി നിന്നിട്ടില്ല. ഒരു വട്ടം കൊച്ചി മറൈൻ ഡ്രൈവിൽ നിന്ന് കയറി നിന്നിട്ട് ഞാൻ അതേപോലെ നിലത്തേക്ക് എടുത്തടിച്ച് വീഴുന്നു ഗൈസ്. ആ സാധനമാണെങ്കിൽ വീഴാണ്ട് പഠിക്കാനും പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഒരു 10-50 വട്ടം വീഴും തോന്നുന്നു. പക്ഷെങ്കിൽ എനിക്കാക്കൊന്ന് ഈ ഒരു ഇവിടുന്ന് മേലേന്ന് വിട്ട് കഴിഞ്ഞാലേ കറക്റ്റ് ഇതാ വന്ന് സ്റ്റോപ്പ് ചെയ്യുക ഈ ഒരു ടൗണിലാണ്. അത് വേറൊരു മൂടായിരിക്കും ഗൈസ്. ഒരു ഗോപ്രോ എല്ലാം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ വേറൊരു മൂടായിരിക്കും. ഒരു ഹെഡ്സെറ്റിൽ ഇട്ട് പാട്ടെല്ലാം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, വേറൊരു ഹാപ്പിനെസ് മൊമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് വേറൊരു കാര്യമാണ് ഗൈസ്. കൊട്ടിയൂർ സീസൺ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ച കഴിഞ്ഞ വീക്ക് സൺഡേ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വരുന്ന സൺഡേ ആയിരിക്കും ഇതിന്റെ ഫൈനൽ എന്നാണ് ഗൈസ്. ബസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗായ്സ് ഇനി നേരം നമുക്ക് വീട്ടിലേക്ക് പോയപ്പോൾ മുരിങ്ങോടി ടൗണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് ഫോളോ ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ട് എന്തെങ്കിലും കമന്റ് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക. ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പൊ നമ്മൾ ഇന്ന് കണ്ണൂർ പോകുന്ന ഒരു വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ ഇന്ന് കൂടെ വരുന്നത് ആഷിക്കും അതേപോലെ മുനവീറുമാണ്. ആഷിക്ക് നമ്മുടെ വ്ളോഗിൽ സെക്കൻഡ് ടൈം ആയിരിക്കും. അന്ന് നമ്മൾ ബീഫ് ഗ്രില്ല് ചെയ്യുമ്പോൾ നമ്മൾ വ്ളോഗിലുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് സെക്കൻഡ് ടൈം ആയിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്ന് നേരെ കണ്ണൂരേക്ക് പോകാം ഗൈസ്. ഇപ്പൊ ഞാൻ ആഷിക്കിനെയും മുന്നൂനെയും പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വീടിന്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് ഗൈസ്. പിന്നെ എന്താ പറയാൻ വന്നേ, വേറെ എന്താ സ്പെഷ്യൽ ആയിട്ട് പറയാനല്ലേ ഗൈസ്, നിങ്ങൾ മസ്റ്റ് ആയിട്ട് ആംസ്കില്ലർ എന്ന് പറയുന്ന പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതേപോലെ വീഡിയോ കാണുമ്പോൾ ഹൈ ക്വാളിറ്റി പിക്ചറിൽ തന്നെ കാണുക ഗൈസ്. കാരണം ഞാൻ 13 Pro വെച്ചിട്ട് മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ ക്ലാരിറ്റിയിലൊക്കെ എന്താ പറയുക ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടാവും. നിങ്ങൾ എന്തായാലും ആ ഒരു ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കാണാനും പറ്റുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ എന്നെ അറിയിക്കേണ്ടതാണ് ഗൈസ്. അപ്പൊ നമുക്ക് നേരെ കണ്ണൂരേക്ക് പോയാലോ ഗൈസ്. മുന്നൂന്റെ കോസ്റ്റ്യൂം നോക്ക് ഗൈസ്, ഫുൾ ലുക്കിൽ ഇറങ്ങി ഇൻസ്റ്റെല്ലാം ചെയ്തിട്ട്. തുറക്ക്, ഓ ലോക്ക് തുറന്നോ. നീ എന്നാ മുത്തിയ മംഗലത്തിന് വന്നയാ ഗൈസ്. ഇൻസ്റ്റെല്ലാം ചെയ്ത് ഫുൾ ലുക്കായിട്ട് ഇറങ്ങി. ആശിക്ക് വരുന്നുണ്ടോ? എന്നാലും ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ ഗൈസ്. ആശിക്കും കൂടി വരുന്നുണ്ട്. ചാർജർ എന്റെ അടുത്ത് കേബിൾ ഉണ്ട്. ഗൈസ് ഇവൻ എന്നെ ചാമ്പി ഗൈസ്. ഞാൻ ഇന്ന് ഇട്ടത് ബ്ലാക്ക് ഷർട്ടാണ്, ഇവനും ബ്ലാക്ക് ഷർട്ടാണ് ഇട്ടത്. ഇനി നേരെ നമുക്ക് പോവാം ഗൈസ്. ഈ വണ്ടി വരുന്നത് 2011 മോഡലാണ് ഗൈസ്. ഇനി നേരെ നമുക്ക് കണ്ണൂരേക്ക് പോകാം. വണ്ടിനെ കുറിച്ചിട്ടും എല്ലാത്തിനെ കുറിച്ചിട്ട് ഇന്ന് ഞാൻ വിശദമായിട്ട് വ്ലോഗ് ചെയ്യുന്നതായിരിക്കും. യെസ്, കണ്ണടയൊക്കെ ഇട്ട് പോക്കാണ്. ഇനി വല്ല പാട്ടൊക്കെ എടുത്തേ ഗൈസ്. അങ്ങനെ നമ്മൾ കണ്ണൂർ എത്തി ഗൈസ്. ഇനിയിപ്പോ നേരെ മാർക്കറ്റ് റോഡ്, റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റുള്ള റോഡ് കയറിയിട്ട് നേരെ നമുക്ക് ഇവിടെ നിക്സാന്റെ ഷോറൂമിലേക്ക് പോകണം ഗൈസ്. അവിടുന്ന് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ചും നമ്മൾ ഓൺലൈൻ ഹോട്ടലിൽ തന്നെയാണ് കഴിക്കുന്നത് ഗൈസ്. അപ്പൊ നേരെ നമുക്കിനി കണ്ണൂരിൽ നിക്സാന്റെ ഷോറൂമിലേക്ക് പോവാം ഗൈസ്. അങ്ങനെ നമ്മള് നിക്സാന്റെ പാർക്കിങ്ങിലേക്ക് വന്നിട്ടുള്ളത് ഗൈസ്. ഇനിയിപ്പോ വണ്ടി പാർക്ക് ചെയ്യണം.
ഇവിടെ വെക്കാം, വാഗനറിൻ്റെ അടുത്ത് വെക്കാം. കൈസ് ഇവിടെ പാർക്ക് ചെയ്ത് മുന്നു ലൈറ്റ് എല്ലാം എടുത്തോട്ടോ. ഇതിലെങ്ങനെ ഇറങ്ങാലോ. ഗൈസ് ബെൽറ്റ് അങ്ങനെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് നിക്സാന്റെ പാർക്കിംഗ് ആണ് ഗൈസ്. കുറച്ച് ഷോപ്പിൻ്റെ അടുത്ത് നിന്ന് ഒരു 200 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. 200 മീറ്റർ ഒന്നുമില്ല, ഒരു 100 മീറ്റർ ഡിസ്റ്റൻസേ വരുന്നുള്ളൂ ഗൈസ്. പിന്നെ കൂടെ മുന്നുണ്ട് ഗൈസ്. ഈ വണ്ടീനെ കുറിച്ചിട്ട് ഞാൻ പറയാം. 2011 മോഡൽ സ്വിഫ്റ്റ് ആണ് ഗൈസ്. ഓടിക്കാനും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പിന്നെ ഗൈസ് ഇല്ല, ഇതാണ് ആഷിക്ക് ഗൈസ്. ഇന്ന് ലൈറ്റിൻ്റെ വർക്ക് കൊടുക്കുന്നത് ആഷിക്കിനാണ്, ക്യാമറ വർക്ക് മുനവീറിനാണ് കൊടുത്തത്. നേരെ നമ്മളിപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ലോക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. നേരെ പോവാം, നമുക്ക് ഇതിലെ ഷോർട്ട് കട്ട് എടുത്തിട്ട് പോവാം. കാരണം അവിടെ അണ്ടർഗ്രൗണ്ടിൽ പാർക്കിംഗ് ഉണ്ട്, പക്ഷെ അത് മൊത്തം ഫുള്ളല്ലേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നേരം അവിടെ പാർക്കിംഗ് ഫുള്ളായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വേറൊരു ഷോപ്പിൻ്റെ മുമ്പിൽ പാർക്ക് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കാൻ പോയത്. കഴിഞ്ഞ പ്രാവശ്യം ഇവന്റെ പകരം നമ്മുടെ അമ്മാച്ചു ആണ് വന്നത്. അമ്മാച്ചു മംഗലാപുരത്തേക്ക് പോയിട്ടുള്ളത്. നല്ല ഗ്യാപ്പാണല്ലോ ബ്രോ. ഒരു പ്രൊഫഷണൽ ലൈറ്ററിന്റെ ലുക്ക് ഉണ്ട്. ഞാൻ വാച്ച് എടുക്കാൻ പറഞ്ഞിട്ട് ജസ്റ്റ് ആഷിക്കിൻ്റെ അടുത്ത് വാങ്ങിയിട്ടുള്ളത്. വാച്ച് ഇട്ടുണ്ടോ, ബ്ലാക്ക് ഷർട്ടിൻ്റെ അപ്പുറം ഈ വാച്ച് നല്ല മാച്ചിങ് ഉണ്ട്. എടാ കുറച്ച് നേരത്തേക്ക് മതി കേട്ടോ, നമ്മളിപ്പോൾ വീഡിയോ എടുക്കാൻ. യെസ് ഗൈസ്, ഈ സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് എന്താ വരുന്നത്, ആർട്ട് റോഡോ. ഇവിടെ ലൈറ്റ് എല്ലാം എടുത്തിട്ടാണ് നടക്കുന്നത് ഗൈസ്. ഇതാ നിക്സാനിലെ സ്റ്റാഫ് നമ്മൾ നേരെ ഓപ്പോസിറ്റ് വരുന്നുണ്ട്. ഐ തിങ്ക് ഈ സ്ഥലത്തിൻ്റെ പേരെന്തെങ്കിലും കാണുന്നുണ്ടോ? ഗൈസ് ആഷിക്ക് കന്നഡയിൽ ഇട്ടിട്ടാണ് ഗൈസ് വരുന്നത്. ഇവനാണോ യൂട്യൂബർ അതോ ഞാനാണോ യൂട്യൂബർ? ഞാൻ സ്പെക്സ് ഒന്നും എടുത്തില്ല ഗൈസ്. എൻ്റെ ഒരു പ്രാഡൻ്റെ സ്പെക്സ് ഫോട്ടോ എടുക്കാൻ പോയിട്ട് ഇവനോ അമ്മാച്ചോ ആരോ ഒരാൾ എടുത്തിട്ടുണ്ട്. ആ മോഡൽസാ? ഓ എടാ, ഞാൻ ഇതിനിടയ്ക്ക് ലോക്ക് കയറിയ എന്നോട് കുറേ ആൾ ചോദിക്കും, ഇനി മോഡൽസ് ആണോ ഗ്രിൽസാ? എടാ പാവാ ഇങ്ങോട്ട്. ഗൈസ് നമ്മളോട് ഇപ്പം പറഞ്ഞിട്ടുള്ളത് ബി ബ്ലോക്കിലേക്ക് പോകാനാണ് പറഞ്ഞത്. അവിടെ പോയിട്ട് എടാ ആരെ കാണാനും പറഞ്ഞ റഷീദിനോ അനസാ. ഇവിടെ വന്നിട്ട് ഫുൾ കൺഫ്യൂഷനാണ് ഗൈസ്. എവിടുന്ന് ഷൂട്ട് ചെയ്യണമെന്ന് ആർക്കും ഒരു ക്ലാരിറ്റി ഇല്ല. ഞാൻ ഇവരെ കുറ്റം പറയില്ല കേട്ടോ, കാരണം ആരെയോ വിളിച്ച് ചോദിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ അന്ന് ഷൂട്ട് ചെയ്തിടത്ത് തന്നെയാണ് ഉള്ളത്. പിന്നെ ഇവിടുത്തെ മാനേജറാണ് അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബ്ലാക്ക് ഷർട്ട് അമീർ എന്നാണ് പേര്. ഓ എടാ ഇത് മസാജറൊന്നും വേണ്ട. പക്ഷെ ഓഡിയൻസ് സാർ ഇത് ലുലുവിലെല്ലാം ഉണ്ടാവും, 1 hour സർവീസ് എല്ലാം ഉണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് സൗണ്ട് പറയാം. ബ്ലോഗ് പറയാൻ പറ്റില്ല, പേഴ്സണലാ. ആജിക്ക് 2 വാക്ക് ബ്ലോഗിന് ഇവിടെ വന്നതിനെ കുറിച്ചിട്ട്. വളരെ സന്തോഷം. ഇവിടുന്ന് എല്ലാം അതാണ് മുത്തേ ഒദ്യൻസ് ഹോട്ടലിൽ നിന്ന് കനത്തിലുള്ള ഫുഡ്. ആ ചോറ് നീനല്ല നീല്ലേ എന്താ പറയാ, മിറാക്കൽ എന്ന് പറയും. നമ്മളോട് ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. നമുക്കൊരു സ്റ്റാഫിനെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാഫ് നമ്മളെ വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട ബാക്ക്ഗ്രൗണ്ട് എവിടുന്നാന്നുള്ളത് കറക്റ്റ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഗൈസ്. കൊളാബറേഷൻ മഴ കണ്ടോ ഗൈസ്? അതല്ല ഗൈസ്, ഇവൻ്റെ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇവനിപ്പോൾ 8049 ഫോളോവേഴ്സ് ഉണ്ട്. മുന്നേ ഞാൻ പറയുന്നത് സത്യമല്ലേ? 8049 ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷേങ്കിൽ ആ ഫോളോവേഴ്സിൽ ഇപ്പോൾ ഈ വീഡിയോ ഉണ്ടോ, ഈ ഒരു ഫസ്റ്റ് NIൻ്റെ 799 എന്ന് പറയുന്ന വീഡിയോ ഉണ്ടോ, ആ വീഡിയോയിലാണ് എനിക്ക് 2000 ഫോളോവേഴ്സ് കയറിയത്. മനസ്സിലായോ? അതൊരു കൊളാബാണ്, എൻ്റെ പേജിൽ നിന്ന് വന്ന കൊളാബാണ് ഗൈസ്. അങ്ങനെയാണ് ഫോളോവേഴ്സൊക്കെ കയറുക. ഹാപ്പി അല്ലേ? പിന്നെ മറ്റേത് കാണിച്ചു നോട്ടിഫിക്കേഷൻ്റെ ഇത് കാണിച്ചു, കൊളാബറേഷൻ്റെ കാണിച്ച്. കൊളാബറേഷൻ്റെ മഴ കണ്ടോ ഗൈസ്? ഇതെന്താ സംഭവം എന്നാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഫുള്ള് ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ 100 ലൈക്ക് 100 ഫോളോവേഴ്സ് ഫുൾ കമൻ്റൊക്കെയാണ് വരുന്നത്. സ്ക്രോൾ ചെയ്യുമ്പോൾ നോക്കിയാൽ നെക്സ്റ്റ് വരും. ഗൈസ് നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാണ്. നേരെ ഒണ്ടേൻ ഹോട്ടൽസിലേക്ക് നടക്കാം. ഇവിടുന്ന് കുറച്ചേ പോകാനുള്ളൂ. അല്ലെ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വീഡിയോ എടുക്കാം. കാരണം അവിടെ ഒരാൾ നമീഷ് എന്ന് പറയുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ കറക്റ്റ് എന്താണെന്ന് ചെയ്യേണ്ടതെന്നുള്ളതൊരു ഇത് കിട്ടുള്ളൂ, തിരുവാട് കിട്ടുള്ളൂ അല്ലേ. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണെങ്കിൽ നമ്മൾ അവർ തിരുവാതിര കളിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമീഷ് എന്ന് പറയുന്ന ഒരു സ്റ്റാഫ് അവിടെ വന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാന്നുള്ള പ്ലാനിൽ നമ്മളിപ്പോൾ കുറച്ച് ടൈമുണ്ട്. അപ്പോൾ ഓർ പറഞ്ഞ് ഫുഡ് കഴിച്ചിട്ടോ അപ്പോഴത്തേക്കും അവർ വരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ നിലവിൽ
അവർ ഓഫീസിലാണ് ഉള്ളതെന്ന് പറഞ്ഞത്. എന്താവും എന്തോന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് വരുന്നിടത്ത് വെച്ച് എല്ലാം കാണാം ഗൈസ്. അവിടെ നമുക്ക് ഇങ്ങോട്ടേക്കാണ് വേണ്ടേ ഗൈസ്? ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒതയൻസ് ഹോട്ടൽ ഇവിടെ അടുത്ത് തന്നെയാണ്. അവിടെ പോയിട്ട് നല്ല കുറച്ച് സൈഡ് വരുമോ? നടക്കണ്ടേ? എന്ത് കാണുന്നില്ല ഗൈസ്? ആ ഓട്ടോക്കാരനായിട്ട് വള്ളിയായി. ഞാൻ അയാളോട് കുറച്ച് സൈഡ് വരുമോ എന്ന് ചോദിച്ചോടൂ. അയാളെന്തെല്ലോ റോങ് പറഞ്ഞു. എന്തെങ്കിലും പറയട്ടെ ഗൈസ്. ഒതയൻസ് ഹോട്ടൽസിൻ്റെ പ്രത്യേകത നമ്മൾ എസ്പെഷ്യലി എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മൾ ഒതയൻസ് ഹോട്ടലിൽ എത്തിയിട്ടില്ല, പക്ഷേ എങ്കിൽ ഇവിടെ എത്തുമ്പോൾ തന്നെ അവിടുത്തെ ഒരു മീൽസിൻ്റെ സ്മെല്ല് ഇവിടെ കിട്ടിയില്ല. മുന്നോ സ്ഥലത്തേക്ക് പോകാൻ പറ്റും ഗൈസ്. അത്രയും ക്വാളിറ്റിയുള്ള ഫുഡാണ്. നമ്മൾ മെനഞ്ഞാന്ന് തിങ്കളാഴ്ച ഇവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചായിരുന്നു. അന്ന് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അതെ ഗൈസ്, നമ്മൾ വണ്ടി നിക്സാന്റെ പാർക്കിങ്ങിൽ വെച്ചിട്ട് വരികയാണ് ചെയ്തത്. കണ്ടില്ല, ഇപ്പം തന്നെ ഈ ഒരു ഏരിയയിൽ മൊത്തം റഷായി. അത് ഈ ഒരു ഒറ്റ ഹോട്ടലിൻ്റെ പേരിൽ തന്നെയാണ് ഗൈസ്. ഐ തിങ്ക് ഷീസ് ഗുഡ് ലുക്ക്. സോറി, നമ്മൾ കാണാൻ രസമുള്ളതിന് രസമുണ്ടെന്ന് പറയണം, രസം ഇല്ലാത്തതിനെ നോക്കി നമ്മൾ രസപ്പെടണം. ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കണം ഗൈസ്. നമ്മൾ ഒതയൻസ് ഹോട്ടലിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഫുഡിൻ്റെ അടുത്ത് എത്തിയിട്ട് വീഡിയോ എടുക്കാം. നല്ല രീതിയിലുള്ള റഷ് ഇവിടെ ഉണ്ട്. നമ്മളിപ്പം കറക്റ്റ് കൈ കഴുകാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കഞ്ഞിവെള്ളം വരുന്നുണ്ട്. ഐ തിങ്ക് ഗൈസ് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ കഴുകാം. ഉച്ചയ്ക്ക് ഫസ്റ്റ് തന്നെ കയറിയിരുന്നു ഗൈസ്. ഇനിയിപ്പോൾ ഇത് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇരിക്കാം. ഗൈസ് അങ്ങനെ നമ്മൾ ഇലയിടാനും വേണ്ടിയിട്ടും ഫുഡ് കഴിക്കാനും കൂടി വെയിറ്റിങ്ങിലാണ്. ഫസ്റ്റ് തന്നെ ഇല വന്നിട്ടുണ്ട്. ചെറിയ ഇല, ഇനി കുറച്ച് കഴിച്ചാൽ മതി. മേത്തൊന്നും കുടയല്ല എങ്ങായി ഗൈസ്. ഇപ്പം ചോറ് വരും. ഇതാ ചോറ് പോകുന്നുണ്ട് ഗൈസ്. അപ്പം അതട്ടിക്കോ. എന്താടാ അത് അവര് കണ്ടറിഞ്ഞിട്ട് വന്നേന്ന് തോന്നുന്നു. കാരണം വീഡിയോ എടുക്കുമ്പോൾ ചോറ് ആദ്യം ഇങ്ങനെ നിരത്തുക. അതാ നിരത്താന്ന് പറയാൻ വിളിക്കുന്ന നിരത്തുന്ന. എൻ്റെ 2-3 കൊണ്ടുവരും. പക്ഷേ ഗൈസ് കറി വന്നു. ഗൈസ് ചോദിച്ചോ? ഐ തിങ്ക് ഗൈസ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആണ് കഞ്ഞിവെള്ളം. സ്കിന്നിനും നല്ലതാണ്, ബോഡിക്കും നല്ലതാണ് ഗൈസ്, അല്ലേ ഗൈസ്? അങ്ങനെ സൈഡും വന്ന് അച്ചാറുണ്ട്, അതേപോലെ നല്ല വറവുണ്ട്. അങ്ങനെ നമ്മൾ ഒരു ചെമ്മീനും ഒരു അയലയും വാങ്ങിയിട്ടുണ്ട്. അച്ഛക്ക് ചോറ് എങ്ങനെയുണ്ട്? സെറ്റല്ലേ? ചെമ്മീനാണ് ഗൈസ്. തീർക്കല്ലേ? അല്ല എനക്ക് ഇടില്ല, ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കുന്നില്ല ഗൈസ്. മീനൊക്കെ തീരുന്നുണ്ട്. നമ്മളങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് നിക്സാൻ്റെ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിൽ പാർക്ക് ചെയ്ത് ഗൈസ്. ഇപ്പോൾ സമയം ഏകദേശം 2:11 ആയിട്ടുണ്ട്. 2:11 മുന്നു 2:18 ആയല്ലേ? 2:18 ആയി. പക്ഷേ ഇന്നും ഞാൻ നേരത്തെ വന്നിട്ട് വർക്ക് തീർക്കണം എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇന്നും ലേറ്റായി ഗൈസ്. നമ്മളെപ്പോൾ വന്നു കഴിഞ്ഞാലും ഇവിടെ എപ്പം പാർക്കിങ് ഫുള്ളായിരിക്കും ഗൈസ്. നമ്മളിത് കണ്ട വണ്ടി വെച്ചിട്ട് വരുമ്പോൾ ഇവിടെ ഒരു പാർക്കിംഗ് സ്പേസ്. പക്ഷേങ്കിൽ ഇത് 2 മിനിറ്റ് കൊണ്ട് ഏതെങ്കിലും വണ്ടി വരും. അങ്ങനെ നിക്സാനിലെ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ബീച്ചിൽ പോവാണ് ഗൈസ്. മുന്നൂനൊരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അത് നമ്മളപ്പോൾ അങ്ങ് സാധിച്ചു കൊടുക്കാൻ വിചാരിച്ചു. നമ്മളിപ്പോൾ പയ്യാമ്പലം ബീച്ചിലാണുള്ളത് ഗൈസ്. ഇന്നത്തെ ദിവസത്തിനെ കുറിച്ചിട്ട് പറയാന്നുണ്ടെങ്കിൽ രാവിലെ ഇന്ന് എണീച്ചു, വണ്ടി എടുക്കാൻ പോയി. അത് കഴിഞ്ഞ് നേരെ കണ്ണൂരേക്ക് വന്നു. പേരാവൂർ നേരെ കണ്ണൂരേക്ക് വന്നു. അപ്പോൾ ഇവിടുത്തെ വർക്ക് ഇപ്പോൾ ഏകദേശം 4 മണിയാകുമ്പോഴേക്കാണ് കഴിഞ്ഞിട്ടുള്ളത്. അത് അങ്ങനെ നമ്മൾ കഴിഞ്ഞ് ജസ്റ്റ് ഒരു ചായ കുടിക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ബീച്ചിലേക്ക് വന്നത്. ബീച്ചിലെ കാലാവസ്ഥ എന്ന് വെച്ചാൽ കടൽ നല്ലോണം കരയിലേക്ക് കയറിയിട്ടുണ്ട് ഗൈസ്. എന്നെ കാണട്ടെ, കടലൊന്നും കാണിക്കണ്ട, എന്നെ കാണട്ടെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ചായ കുടിച്ചിട്ട് ഒരു വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോഴേക്ക് ഇവിടുന്ന് നാട്ടിലേക്ക് പോകണം. ഒരു 6 മണിക്കേക്ക് നാട്ടിലേക്ക് എത്തുന്ന രീതിയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഇന്നത്തെ ഡേ എന്ന് പറയാന്നുണ്ടെങ്കിൽ നല്ല ഡേ ആണ്. ഉച്ചക്ക് നല്ല മീൽസൊക്കെ കഴിച്ചിരുന്നു, അടിപൊളിയായിരുന്നു. കൂടെ ആശിക്കുണ്ട്, ഞാനുണ്ട്, മുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അനേബിൾ ചെയ്യാത്തവർ ബെല്ലൈക്കൻ അനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിലൂടെ എന്നെ അറിയിക്കേണ്ടതാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, കൈയൊന്നും നോക്കണ്ട, ഒന്നാമതേ നല്ലതാണ്. എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കി എൻ്റെ ഓക്കെ ഏത് ഈ കൈ കാണിക്കണം. എൻ്റെ പേര് റിഫാൻ. കൈ നീട്ട് വെക്കണം.
അതെന്റെ അടുത്തില്ല. കറക്റ്റ് പറയാം, നമ്മൾ കണിയന്മാരെ മോനെ പറഞ്ഞ പക്കയാണ്. വേണ്ട, എൻ്റെ പൈസ ഇല്ലാത്തോണ്ട് കേട്ടോ, പൈസ ഒന്നുമില്ല. പിന്നെ ഞാൻ ജസ്റ്റ് വെറുതെ പറഞ്ഞുതരും. ബാപ്പുവാ കുഞ്ഞൂന് റീൽ എടുക്കണം എന്ന് പറഞ്ഞ് ബീച്ചിൽ നിന്ന് കുപ്പായിൽ ഊരിയിട്ടുണ്ട്. ഗായ്സ് നമ്മൾ ബീച്ചിൽ വന്നിട്ടുള്ള എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുള്ളത്. നീ ഒന്ന് ഇത് പോസ്റ്റ് ചെയ്തേ, ജസ്റ്റ് നോക്കടേ. ഓ ഷിറ്റ് ബ്രോ. ഗായ്സ് അങ്ങനെ നമ്മളിപ്പോൾ ബീച്ചിൽ വന്നിട്ടുള്ളത്. ഇതേൻ്റെ ഇവിടെ ആശിക്കുണ്ട്, അവിടുന്ന് 2-3 ഗേൾസ് ഒക്കെ നോക്കുന്നുണ്ട്. ഗായ്സ് നമുക്ക് പിന്നെ ആ പെണ്ണ് വേണ്ടല്ലേ അല്ലേ? യോ ബ്രോ ഗായ്സ് റീലല്ലായില്ലേ? മറ്റേ നോർമൽ ഡ്രസ്സിലല്ലേ ഗായ്സ് റീലെല്ലാം എടുക്കുമ്പോൾ കഷ്ടപ്പാടാൻ നോക്കി ഇപ്പം പമ്പ് ചെയ്ത് ഫുള്ള് വേർത്ത് കുളിച്ച് ഗായ്സ് അല്ലേ? അസിക്കാ എന്താ പറയാല്ലേ? നമുക്ക് നല്ല അവിൽ മിൽക്ക് കുടിക്കാൻ പോലോ ഗായ്സ്. അവിടെ നല്ല അവിൽ മിൽക്ക് കിട്ടുന്നതാണ് ആശിക്ക് പറഞ്ഞത്. പിന്നെ ഇത് നമ്മളെ വാട്ടർ ഫുട്ബോൾ ആട്ടോ, സ്നോ ഫുട്ബോളാന്ന് തോന്നുന്നു, അറിയില്ല. കുറേ റീലൊക്കെ കണ്ടിട്ടുണ്ട് അതിൻ്റെ. പിന്നെ നമ്മൾ വന്ന വണ്ടി ഇതാണ്, ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഗായ്സ് അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ചായ ഷോപ്പ് ഉണ്ട്. അതേപോലെ പിന്നെ കുറേ ഷോപ്പൊന്നും കാണുന്നില്ല ഗായ്സ്, കാരണം കാലാവസ്ഥേൻ്റെ മൂലമാണ്. അതുമാത്രമല്ല നല്ലോണം കടൽ കയറിയിട്ടുണ്ട് ഗായ്സ്. ഇവിടെ മണലില്ല, മണലൊക്കെ കടൽ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അവിടെ കാണുന്നത് ക്ലബ് സുലൈമാനിയാണ് ഗായ്സ്. പിന്നെ എനിക്കൊരു കണ്ടന്റ് എടുക്കണം എന്നുണ്ട്, ബട്ട് അതിൻ്റെ ഒരു ക്ലൈമറ്റ് ഇവിടെ കാണുന്നില്ല. നമുക്ക് എന്തെങ്കിലും വേറെ കണ്ടന്റ് പിടിക്കണം, കാരണം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ ഒരു കണ്ടന്റിൻ്റെ ഷോക്ക് ഉണ്ട് ഗായ്സ്. അവിടെ ക്ലബ് സുലൈമാനിൽ കയറിയാലോ? അവിൽ മിൽക്ക് കിട്ടുമോ? എടാ അവിൽ മിൽക്ക് എന്നാ വേണം എനിക്ക് ആശിക്കാൻ? ചായ പിടിക്കാൻ നമുക്കൊരു കാര്യം ചെയ്യാം, കാൾടെക്സ് പോയിട്ട് പിടിക്കാം. ആരുടെ ഒരു ഷോപ്പ് ഉണ്ട് എനിക്കറിയാം, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. എടാ ഒരു കാര്യം ചെയ്യട്ടെ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ആംസ്കില്ലർ എന്ന് പറയുന്ന പേജ് ഫോളോ ചെയ്തിട്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തരും ഗായ്സ്. ഞാൻ അൺഎക്സ്പെക്റ്റഡ് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാ ഇൻസ്റ്റാഗ്രാമിൽ ആംസ്കില്ലർ. ബ്രോൻ്റെ അടുത്ത് ഫോണില്ല? നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നെ? കണ്ടിട്ടുണ്ടോ? കണ്ടില്ല, അപ്പൊ നീ ഫോളോ ചെയ്തില്ല. ആംസ്കില്ലർ AMSKIL. ബ്രോ ഫോളോ ചെയ്തില്ല ബ്രോ, എന്തായാലും ഫോളോ ചെയ്ത് വെച്ചോ. നെക്സ്റ്റ് ടൈം ഞാൻ ഇതേപോലത്തെ എന്തെങ്കിലും കണ്ടന്റ് ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ ബൈ. ഇത് യൂട്യൂബിൽ വരും കേട്ടോ. ഓക്കെ ബൈ ഗൈസ്. അവർ ഫോളോ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അവർക്കൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് ഇതേപോലെ എൻ്റെ ഫോളോവേഴ്സ് ആരെങ്കിലും ഉണ്ടോ നോക്കാം. ഓ ഗൈസ് എന്തായിരുന്നു സ്പെഷ്യൽ? എന്താ സ്പെഷ്യൽ ഒന്നുമില്ലേ? പിന്നെ എന്നല്ലേ ഇടാം? ഓ എടാ നമുക്കത് വെള്ളം കുടിച്ചാലോ? കൊണ്ടനി സ്പെഷ്യൽ ഇടില്ല, എല്ലാം സ്പെഷ്യലാന്നേ പറയാവോ ആര് ചോദിച്ചാലും. ഒന്നുമില്ല, സ്പെഷ്യൽ ഇല്ല ഗൈസ്, സ്പെഷ്യൽ ഇല്ല. വാട്ട് ഡു ഗോ പോയാലോ? പെരുമ്പടിയാ. മുന്നും ആശിക്കും അങ്ങോട്ടേക്ക് നടന്നു ബീച്ചിലേക്ക്. ഞാനപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തില്ല, അത് എടുത്തിട്ട് വരാമെന്ന് വെച്ചു. അല്ലെങ്കിൽ ഞാൻ ഈ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് ദൂരം ഇങ്ങോട്ടേക്ക് നടക്കേണ്ടതുകൊണ്ട് ഞാൻ എന്താക്കി, ഞാൻ വണ്ടി എടുത്തിട്ട് അവിടെ വന്ന് പാർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളത് ഗൈസ്. എനിക്കെന്താ പറയാനല്ലേ? എൻ്റെ പേരെന്നോ? ഉബേ കുമാർ. എത്രയല്ലോ പഠിക്കുന്നേ? 4. പിന്നെ ഇതെൻ്റെ യൂട്യൂബ് ചാനൽ. എനിക്ക് എന്നെ അറിയോ? ഞാൻ എവിടെയും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലേ? അപ്പോൾ ആംസ്കില്ലർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ജസ്റ്റ് നോക്കിയാൽ എന്നെ കാണാൻ പറ്റും. ഓക്കെ ഞാൻ പോട്ടെ, ബൈ. എടാ പോട്ടെ ഗൈസ്. 2-3 ചെക്കന്മാരിങ്ങനെ ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു ടീ ഷോപ്പ് പോലെ, ഐ മീൻ കച്ചയിലുണ്ട്. അവിടെ കച്ചയുണ്ട്, വേറെ എന്തൊക്കെയുണ്ട്, ചൊരണ്ടീൻ്റെ മിഷനൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു സ്റ്റാർട്ടപ്പ് ആയിരിക്കും. നമ്മൾ സപ്പോർട്ടൊന്നുമല്ല, ഐ മീൻ ജസ്റ്റ് എനിക്കൊരു വീഡിയോ എടുക്കണം തോന്നി, അങ്ങനെ ഞാൻ വീഡിയോ എടുത്തേ ഉള്ളൂ. അപ്പോൾ നേരെ നമുക്ക് പോയിട്ട് വണ്ടി എടുത്തിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവാം ഗൈസ്. ഇപ്പോൾ നേരെ നമ്മളെ വണ്ടി എടുക്കാൻ പോകണം. വണ്ടി അങ്ങ് ദൂരെയാണ് കിടക്കുന്നത് ഗൈസ്. ബീച്ചിലൊന്നും ആരും ഇല്ല കേട്ടോ, കാരണം മഴ ആയതുകൊണ്ട് ക്ലൈമറ്റിൻ്റെ ഒരു സീൻ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു അങ്ങനെ ആൾക്കാരൊന്നും ബീച്ചിലേക്ക്. നമ്മൾ ജസ്റ്റ് ഒരു തണ്ണിമത്തൻ്റെ ജ്യൂസ് കുടിച്ച് ഗൈസ്. ഇവിടെ ഒരുപാട് എന്താ പറയാനുള്ളത്? ബൈക്ക് എന്താ പറയാനുള്ളത്? എന്തെങ്കിലും പറ. ഇവിടുത്തെ സ്പെഷ്യൽ എന്തല്ലോ? മേടിച്ചോ? മാങ്ങ മുളക് കിട്ടിയാ? പിന്നെ ബ്രോ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സ്പെഷ്യൽ എന്താ? ലോട്ടക്കച്ചി. भाई हिंदी से बात करो थोड़ा 2 मिनट. मैंगो है, पाइनएप्पल है, पाइनएप्पल कच्ची कड़ा, उसमें पूरा मैंगो पाइनएप्पल फ्रूट मिलेगा, बाद में मैंगो मसाला मिलेगा. लोटा कच्ची. भाई का नाम क्या है? मेरा नाम मोहम्मद शहीदुल इस्लाम. मोहम्मद शहीदुल इस्लाम. मैं आसाम से. ओ अच्छा है, थैंक यू. രസമുണ്ടോ?
ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഒരു കുപ്പി വെള്ളമൊക്കെ മേടിച്ചിട്ട് നേരെ ഇനി നാട്ടിലേക്ക് തിരിച്ചു പോവാണ്. ചത്ത് പാവം ചങ്ങായി വേർത്തിട്ട് നോക്കിയ അതൊന്നും കുഴപ്പമില്ല, വീഡിയോക്ക് വേണ്ടിയിട്ടല്ലേ. ഹലോ യമിഗോ വൈബിലെ 2 ബ്രോസ് വരുന്നുണ്ട്. നമുക്ക് അവരോട് എന്തെങ്കിലും ചോദിച്ചാലോ? ചോദിക്കണ്ട, ആശിക്ക് പറഞ്ഞോണ്ട് ഞാൻ ചോദിക്കുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് അവരെ ഒരു ഫീഡ്ബാക്ക് ചോദിക്കാനും. ഇവിടെ നമ്മൾ പോട്ടെ. ഈ സ്ഥലത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. ബീച്ചിലേക്ക് അല്ലേ? മെയിൻ ബീച്ച് ഗൈസ്, കണ്ണൂർ പയ്യാമ്പലം ബീച്ച് അല്ലേ? അപ്പൊ എല്ലാരും അടിച്ചു കയറി വാ. നമ്മളെ യൂട്യൂബാ അല്ലേ? ഇത് പയ്യാമ്പല കച്ചിക്കട റെക്കോർഡായി കച്ചിക്കട. ഇംഗ്ലീഷ് ചാനലുണ്ട്, ഇംഗ്ലീഷ് നാഷണൽ ജോഗ്രഫിയിലുണ്ട്, പിന്നെ പഞ്ചാബ് ടിവിയിലുണ്ട്, യൂണിവേഴ്സിലുണ്ട്, യൂട്യൂബിലുണ്ട്. അപ്പൊ ഞാൻ എടുക്കേണ്ട ആവശ്യമില്ല. വേൾഡ് ഫേമസ് ആയ കട. ഇവിടുത്തെ ഫേമസ് കച്ചി, ഒറിജിനൽ കച്ചി ഗൈസ്. അപ്പൊ നിങ്ങൾ ഇവിടുത്തെ ഒറിജിനൽ കച്ചി ട്രൈ ചെയ്യാൻ വേണ്ടി എന്തായാലും വരിക ഗൈസ്. ഇത് നമ്മളെ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലാണ് ഗൈസ്. ഇപ്പം മഴയായതുകൊണ്ട് വലിയ റഷ് ഒന്നുമില്ല. അപ്പം എന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് വരിക ഗൈസ്. ഇവിടെ തന്നെയാണ് ഈ സ്പോട്ട് വരുന്നത്. അത് ശരിയാണോ? അതാണ് രണ്ടാമത്തെ വീട്. വീടിന്റെ ചുറ്റുപാട് ദൈവത്തിന് കടാശമുള്ള കാവോശങ്ങൾ പുഴ, അതിന് പുണ്യം നിങ്ങൾക്കുണ്ട്. പക്ഷെ എന്ത് കാര്യം മോള് ചെയ്യുമ്പോൾ എന്റെ മനസ്സാണ് ടൈം പോകും. മോൾ ഉദ്ദേശിച്ച കാര്യം ഈ കൈ നോക്കിയിട്ട് പെണ്ണിട്ട് പോകട്ടെ. ഈ വർഷം സമയം കുറച്ച് കയറില്ല. രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ മോക്ക് ജീവിതകാലം മൊത്തം നരകിച്ച് ജീവിക്കാനുള്ള ഭാഗ്യമേ ഇല്ല, സുഖജീവിതം. രണ്ടാമത്തെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളുണ്ട് എന്ത് കാര്യത്തിനും ഈ 2 മനസ്സിലാളില്ല. എന്നാ ടെൻഷൻ, ഓവർ ടെൻഷൻ ചെയ്യണം. മുമ്പേ ഉള്ള കളി ഗൈസ് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് വന്നേരം ഇവരെ കൈ നോക്കി ഭാവി പറയുന്നുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് നമ്മൾ വീഡിയോ കവർ ചെയ്താണ്. എൻ്റെ നോക്കാം, ഈ കയ്യിൽ കുറെ വരെ കാണുന്നുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് ഇത് കൊടുക്കാൻ പൈസ ഉണ്ടോ? ഇല്ലൊന്നും ഉണ്ടാവില്ല, ചെറിയ മട്ടത്തിൽ വേറെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ മോള് ജോലി ചെയ്യുന്ന സ്ഥലം കുറച്ച് വിദേശത്തിൽ പോകാൻ ഭാഗ്യമേ കാണില്ല. രണ്ടാമത്തെ നമുക്കൊന്നും ആഗ്രഹിച്ച കാര്യം പൂർത്തിയാണെങ്കിലും സമാധാനം കിട്ടില്ല. പഠിച്ച വിദ്യാഭ്യാസം വിചാരിച്ചൊന്നും ഇല്ല. ഇതിൻ്റെ ഹൈ ലെവൽ എത്തുമ്പോൾ കഴിക്കണം. പോകുന്ന വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും. അത് മാത്രമല്ല ധനസമ്മമായി ഇപ്പോൾ വീട്ടിൽ കുറച്ച് ഫൈനാൻസ് പ്രോബ്ലം കാണിക്കുന്നുണ്ട്. അതെല്ലാം ശരിയാവും. രണ്ടാമത്തെ ഒന്ന് മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ ഷെയർ ചെയ്ത് അവനായിരിക്കും ഇതിന്റെ ശത്രു. ഓ, ഇവരൊക്കെയാണ് എന്റെ ശത്രു. രണ്ടാമത്തെ വിദേശത്ത് പോകാനുള്ള ഭാഗ്യമുണ്ട്. ഉണ്ടോ? പക്ഷെ പോലീസ് ക്ലിയറൻസ് ഉണ്ട്. ട്രെയിനിൽ കയറൂല പറയുന്നു. മോന്റെ കയ്യിലുള്ള ചട്ടുവാർന്ന കൈ, അതായത് സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോകേണ്ട കൈയാണിത്. അന്യവിന്റെ കാര്യം നോക്കി. ശത്രുക്കൾ ഒരുപാട് മിത്രമുള്ള നിങ്ങളെപ്പുറം കളിച്ച് ഇങ്ങനെ പാര പണിയും. അത് SML എന്ന് പറഞ്ഞ സ്ത്രീകളെ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ആഴ്ചയിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഇതിന് മുമ്പേ വലിയൊരു അപകടം കൊണ്ട് കയ്യോ കാലോ ജീവൻ വരെ പോണ സമയം 2 ഓട്ടം കഴിഞ്ഞു പോയി. പക്ഷെ ബുദ്ധിയുണ്ട്, സ്വന്തം കാര്യത്തിൽ ഐഡിയ ഇല്ല, മറ്റുള്ള ഐഡിയ പറഞ്ഞു. ധനത്തിലേക്ക് ഒട്ടക്കൈ എത്ര പൈസ കയ്യിൽ നിൽക്കില്ല. കാരണം എന്താ? പക്ഷെ നിന്നെ കണ്ട ആൾക്കാർ പറയും ഇവനെ കുറവ് പൈസ കൊണ്ട് പണം കൊണ്ട് സ്വത്തെന്ന് പറയും. കാണാൻ ഹീറോ, ഉള്ളിൽ സീറോ. പക്ഷേ ഇതിന്റെ മുമ്പില് പല ജോലികൾ പല കാര്യങ്ങൾ ചെയ്ത് ഒന്നിനും മെച്ചപ്പെട്ടില്ല. പക്ഷെ നീ പറയുന്നതെല്ലാം സത്യമായാലും ലാസ്റ്റ് നീക്കിയിട്ട് ഒറ്റപ്പേര് മാത്രമേ ഉണ്ടാവൂ. കുടുംബക്കാർ, സ്വന്തക്കാർ, ബന്ധക്കാരോട് സഹായമില്ല. ഇതിലെ വിദേശത്ത് പോയി നിന്നാണ്ട കഴിയാണ്. പക്ഷെ ഭയങ്കര ശനി, കണ്ണേർ. 10 പേര് പണം കൊണ്ട് പറഞ്ഞ് പല കണ്ണുകൊണ്ട് അതിനെക്കൊണ്ട് ചെയ്ത കാര്യമൊന്നും ബെനിഫിറ്റ് വിജയിക്കുന്നില്ല. ഇതിനു മുമ്പ് ചെയ്യാത്ത കുറ്റം ചെയ്തവർ ഒന്ന് കേസ് കാര്യങ്ങൾ പോലീസ് സ്റ്റേഷൻ പോയി അതിൽ നിന്ന് ഇപ്പോൾ വലിയമായ പ്രോബ്ലം വരുന്ന ടൈമാണ്. 2025 ഡിസംബർ മാസം നമ്മുടെ രാജ്യവും 2025 ഡിസംബർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഗായ്സ് ഞാൻ എവിടെ എത്തും എന്നുള്ളത്. രണ്ടാമത്തെ ഭാഗ്യമുണ്ട്, ലോട്ടറി കാര്യങ്ങളിൽ പടച്ചോസം കാഴ്ചയിൽ പോകാനുള്ള യോഗമുണ്ട്. രണ്ടാമത്തെ പുണ്യമുണ്ട്, പ്രാർത്ഥന, വിശ്വാസം മനസ്സിൻ്റെ പുറമെ കാണിക്കുന്നു. ഒരു അച്ഛനെല്ലാം പോകാനുള്ള ഭാഗ്യം എനിക്കുണ്ട്. ഇഷ്ടപ്പെട്ട പെണ്ണിനെ ജീവനം കൊടുക്കാൻ ഭാഗ്യം. ഇഷ്ടപ്പെട്ട പെണ്ണിൻ്റെ പേര് സ്റ്റാർട്ട് ചെയ്യുന്ന എസ്. ഞാൻ ആണുങ്ങളെ പറഞ്ഞു, പെണ്ണുങ്ങൾ പറഞ്ഞു എസ് ഇട്ട മോളെ ഞാൻ ഉറക്കും. സംശയം തോന്നും എനിക്ക് പറഞ്ഞ ഒട്ടുമിക്ക കാര്യങ്ങളും ശരിയാവും. 2 പ്രാവശ്യം ബൈക്കിൽ പോകുമ്പോൾ ഒരു അപകടം കഴിഞ്ഞിട്ടുണ്ടായി. 3 പീസ് പോകുമ്പോൾ പണി കിട്ടുന്നു. അത് ഏതൊരുത്തിനും പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, നാളെ ഇതേപോലെ മുണ്ടും ഇതെല്ലാം ഇട്ട് വന്നിട്ടേ നീ എന്നെ ഇടുന്ന് പൈസ തിരിച്ചോ. നീ ജസ്റ്റ് സൈക്കോളജി ആയിട്ട് ഒന്ന് തിങ്കാക്ക്. ഏതൊരു ബോയ്സും
ഈ 3 കാര്യങ്ങൾ ഓൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ടാവും. ഒന്ന് പറയുന്നത് 2 പ്രാവശ്യം അപകടം തരണം ചെയ്തിട്ടുണ്ടാവും. ഉറപ്പാ ഷുവറാ. ഞാൻ 2 അല്ല 3ന്റെ മേലെ പോയിട്ടുണ്ടാവും. ഏതൊരുത്തിനും 2ന്റെ മേലെ കിടന്നിട്ടുണ്ടാവും. പിന്നെ ഒന്ന് വാസ്തവത്തിൽ 1000 പോയി നല്ല അടിപൊളിയായിട്ട് മുമ്പി. പിന്നെ അയാൾ ഒച്ചത്തിലല്ല പറഞ്ഞത്, മെല്ലനെ പറഞ്ഞത്. എന്തിനെന്ന് വെച്ചാൽ വീണ്ടും വോയിസ് കേൾക്കാണ്ടിട്ടാണ്. ഇതിൻ്റെ ഇതും അടിയും ഇതും കൂടി വന്നോണ്ട് നമുക്ക് അവരോട് പോട്ടേന്ന് പറയാല്ലേ. ശരിയായ ഗൈസ്, ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിന് വിഷയമൊന്നുമില്ലല്ലോ. ഇല്ല. നിങ്ങളെ പേരെന്താ? അവന്തിക. നൈസ്. എൻ്റെ അനാമിക. 2 പേരും അടിപൊളി കേട്ടോ. കാണാനും നല്ലൊരു ഭംഗിയുണ്ട്. ബൈ. എടാ പോവാ. അങ്ങനെ നമ്മൾ ഇരുട്ടി പോകുന്ന വഴിക്ക് MRIയിൽ ചായ കുടിക്കാൻ കയറിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ചായ കുടിക്കാം. ഇവിടുത്തെ ചായ അടിപൊളി ചായയാണ്. കടിയൊക്കെ നേരത്തെ കിട്ടീനി, പക്ഷേ ചായ കിട്ടിയില്ല. ചായ ഭയങ്കര തിരക്കാണ് ഗൈസ്. അവിടെ ഭയങ്കര റഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കടി എങ്ങനെയുണ്ട്? അജിക്ക് പക്വടയെല്ലാം വാങ്ങിയിട്ടുണ്ട് ഗൈസ്. ചിക്കനാ? കബാബ്? ഓ, എന്നാൽ അതൊന്ന് ട്രൈ ചെയ്യണമല്ലോ ഗൈസ്. ഇപ്പം നമ്മളുള്ളത് നമ്മൾ മട്ടന്നൂർ ഇരിട്ടി റോഡിലാണ്, MRIയിലാണ് ഉള്ളത്. ഈ സ്ഥലത്തിൻ്റെ പേര് അറിയിക്കുക, നരേമ്പാറ അല്ലേ? 19-ാം മൈലാണ് ഗൈസ്. ഈ ചായ കിട്ടി. മേത്തിടുവാ ഗൈസ്? ചായ കിട്ടി. ചൂടുണ്ടോ ആശിക്കാൻ? 2 മിനിറ്റ് മുമ്പ് ഈ പ്ലേറ്റിലൊക്കെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അതെ അതെ ചായ നമ്മളെല്ലാം നേരത്തെ തീർന്നി. നീ കടി തീർന്നിട്ടല്ലേ ചായ കുടിക്കാൻ വിചാരിച്ചേ? ആശിക്ക് കടിയും നിന്ന് പ്ലേറ്റും കേൾക്കാൻ പോയി അല്ലേ? ഗായ്സ്, ഇവിടെ പുതിയ കുനാഫേൻ്റെ കൗണ്ടർ വന്നിട്ടുണ്ട്. അതേപോലെ നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ സമയം ഇപ്പോൾ 6:45. അപ്പോൾ ഇതോടെ നമ്മുടെ വ്ളോഗ്, ഇന്നത്തെ വ്ളോഗ് ആശിക്ക് അവസാനിക്കുന്ന വൈൻഡപ്പ് ചെയ്യും. ഇനിയും നമുക്ക് ഇതേപോലെ പോയി നമുക്ക് ഭക്ഷണം കഴിക്കാം. സമയം ഇപ്പം 7 മണിയായിട്ടുണ്ട്. വണ്ടി നമ്മളിവിടെ പ്രണവിൻ്റെ വീട്ടിൽ കൊണ്ടുകൊടുത്തിട്ടുണ്ട് ഗായ്സ്. ഇത് ആകാശ് ബഡി ബസ് ഡ്രൈവറാണ് അല്ലേ? എന്താ പറയാനുള്ളത്? അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ടാറ്റ, ബൈ.